എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് റൗണ്ട് നെക്ക് ചെയ്തെടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൗണ്ട് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഇതാ ആം ഹോളും എല്ലാം കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോഡൽ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇറക്കം എടുക്കുന്നത് 9 ഇഞ്ചാണ്, വീതി 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പീസിലാണ് നമ്മൾ നെക്കിൻ്റെ മാർക്കിംഗ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. അപ്പോൾ 3 ആണെങ്കിൽ 3. ഇനി താഴേക്കുള്ള ഇറക്കം എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇവിടെ ഇതാ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ടും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യാറ് ഇതുപോലെ അങ്ങ് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ചെയ്യുക. അങ്ങനെ അല്ലാതെ നമ്മളിതാ ഈ ഒരു കോർണർ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടും നമ്മൾ ഇതുപോലെ വരയ്ക്കും. അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തെ മാർക്കിംഗ് ഇല്ലേ, അതിപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പകുതി എടുക്കുക, അതായത് 3 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൂടെ കൊടുക്കാം. ഇനി ഈ പോയിന്റിൽ നിന്നും നമുക്കിതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതായത് ഈ ഒരു ലൈനിൽ മുട്ടിച്ചിട്ട് പിന്നെ ഇവിടെ നിന്നും നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നടുമടക്കിയിട്ട് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അടയാളത്തിലൂടെ നമുക്ക് വരച്ചെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളിതാ ഈ ഒരു പീസിൻ്റെ അരികുവശം രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് തയ്ച്ചെടുത്ത പോലെ തന്നെ അടുത്ത സൈഡും അതുപോലെ തന്നെ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം മടക്കിയിട്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിനെ ഇതുപോലെ നിവർത്തി വെക്കുക. അതായത് നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു പീസിനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് തയ്ച്ചെടുക്കരുത്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ ഇതുപോലെ നടുമടക്കിയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പീസിനെയും നമുക്ക് ഇതുപോലെ നടുമടക്കിയിട്ട് ഒരു കട്ടിങ് കൊടുക്കാം. ഇനി നമുക്കിതാ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ആ കട്ട് ചെയ്തിട്ടില്ല ആ രണ്ട് ഭാഗം ഒരേ പോലെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ കുത്തി കൊടുക്കാം. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുക ഈ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ ആദ്യം നമ്മളിതാ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നും ഇവിടോട്ടായിട്ടൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇനി ഇവിടെ നിന്നും ഫൂട്ട് പൊക്കിയിട്ട് ഇതുപോലെ തിരിച്ചു കൊടുക്കാം. തിരിച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡിലെ റൗണ്ട് നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ദാ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇതുപോലെ ഫൂട്ട് പൊക്കിയിട്ട് നമുക്ക് നേരത്തെ തയ്ച്ചെടുത്ത ആ സെൻറ്റർ ഭാഗത്തിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുത്തി വെച്ചിട്ടുള്ള പിന്നുകളെല്ലാം അഴിച്ചെടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ദാ ഇതേ പടി തന്നെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതിന് പകരം നമ്മളിതാ ഈ ഒരു ഭാഗമില്ലേ, നമ്മൾ 1/4 ഇഞ്ചിൽ വിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല. ഇനി നമുക്കിതാ ഇതുപോലെ മറിച്ചെടുക്കാം. മറിച്ചെടുത്തപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്